ഈ വേഷത്തിൽ ചെന്നാൽ അളിയനെ എന്റെ പെങ്ങൾ തിരിച്ചറിയില്ല. നീ പോടാ അവിടുന്ന്. അവൾ എന്റെ എത്ര വേഷങ്ങൾ കണ്ടിരിക്കുന്നു. കേട്ട വിഷ്ണു, ഇവന്റെ പെങ്ങളാണെങ്കിൽ അവളൊരു സാധുവാ. അതുകൊണ്ടാണല്ലോ അളിയനെ അവര് സഹിക്കുന്നത് അല്ലേ? വിഷ്ണു വന്ന ദിവസം തന്നെ ഞാൻ പോണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് പരിചയിക്കോട്ടെ എന്ന് കരുതി. അളിയൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അളിയനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ നോക്കണം അല്ലേ? കൂടിപ്പോയ 2 ആഴ്ച. എന്തിന് 2 ആഴ്ചയാക്കണം? 2 കൊല്ലം ആയിക്കോട്ടെ. ആവശ്യമുള്ളപ്പോ ഞാൻ അളിയനെ അവിടെ വന്ന് വിളിച്ചോളാം. അതുവരെ ഏറിയ കാണരുത് അല്ലേ വിഷ്ണു? 2 കൊല്ലോ? മത്തായി ചേട്ടൻ സാവധാനത്തിൽ വന്നാ മതി. ഇനി സംസാരിച്ചെന്ന ബസ് കയറ്റും. ഞാൻ ഇറങ്ങട്ടെ. ഇല്ലേ, ഞാൻ കാറിൽ ബസ്സാലും ഡ്രോപ്പ് ചെയ്യാം. കാർ വേണ്ട, കാർ 4 ടയറും പഞ്ചറായി. വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. പൊക്കോ പൊക്കോ. അല്ല, നമ്മൾ കാറിൽ കാറ് എന്നെ കൊണ്ടൊന്ന് പറയരുത്. എന്നെ വെള്ളം കുടിപ്പിച്ച് അടങ്ങുമല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ കാർ പുറത്തിറക്കരുതെന്ന്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ആണെന്നോയി. പിന്നെ ആ തങ്കപ്പന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? എല്ലാം അന്വേഷിച്ചു. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വല്ലതും കഴിച്ചേച്ചു പോവാം. ഓ, അതൊന്നൊരു കുഴപ്പമില്ലെന്ന് ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭവാനി കടയിലോട്ട് വന്നാൽ മതി. ശ്രീദേവിക്കും ജയശ്രീക്കും ഒക്കെ വരാം. മാമന്റെ കടയല്ലേ. അപ്പൊ ഞാൻ പോട്ടെ. നമസ്കാരം. 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 ആരാണാവോ? ഞാൻ വിഷ്ണു. ഞാൻ തോമസ് കുട്ടി. മംഗലശ്ശേരിയിലെ സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണ് ഞാൻ. അയ്യോ, സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണോ? അയ്യോ, ഇത് ആദ്യം പറയണ്ടേ? കേറി വാ. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. എടിയാ കസരയും കൂടി. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 18 വർഷം മുമ്പ് സുഭദ്ര കുഞ്ഞമ്മയുടെ കയ്യെ തൂങ്ങി ദാ ഇത്രയുള്ളൊരു കുട്ടി. ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് അമേരിക്കയിൽ പോയ ശേഷം പിന്നെ സുഭദ്ര കുഞ്ഞമ്മ നാട്ടിൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതറിയാം. വന്നാലും പുറത്തിറങ്ങില്ലല്ലോ. വീട് നോക്കുന്ന മത്തായി പറയും. മത്തായി ചേട്ടൻ അളിയനാ താമസം കൂട്ടി. അളിയനിപ്പോ നാട്ടില. ഇപ്പൊ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ. അപ്പൊ വേലക്കാരനല്ലേ? അല്ല, തങ്കപ്പച്ചേട്ടൻ മരിച്ച ദിവസം ഞാനും വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുന്നു. അടുത്ത ദിവസം തിരിച്ചു വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. അന്ന് മുതൽ ഇവിടം വരെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാ സാധിച്ചത്. മരിച്ചത് എന്റെ അളിയനാ. ഇവളുടെ ഭർത്താവ്, ഇവളുടെ മക്കളായത്. ഇത് ജയശ്രീ, അത് മൂത്തവള് ശ്രീദേവി. പഠിക്കുകയാണോ? ശ്രീദേവിക്ക് ഡിഗ്രി ഉണ്ട്. ജയശ്രീ 10ാം ക്ലാസ്സിൽ തോറ്റു. എന്നാ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോത്ത എന്താ? ഇപ്പൊ അതൊരു ഫാഷന്. മാത്രമല്ല, പെൺകുട്ടികളെ കല്യാണം കഴിയുന്നത് വരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് നല്ലതാ. ഇലക്ട്രോണിക് യുഗത്തിന്റെ ഡിഗ്രി ഉള്ളതല്ലേ, ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. മന്ത്രിതലത്തിൽ ഒന്ന് പുഷ് ചെയ്താലേ കാര്യം നടക്കൂ. ഓ, ഞങ്ങൾക്ക് ആരിയിരിക്കുന്നു മന്ത്രിയെ കാണാനും ശുപാർശ ചെയ്യാനും ഒക്കെ. ദാ ഇരിക്കുന്നു വിഷ്ണു. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിക്ക് ജോലി ഇവിടെ കൊണ്ടുതരും. തോമസ് കുട്ടി, നീ എന്തായി പറയുന്നത്? ഇവരറിഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. ആരോടും പറയരുത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെന്നപ്പോ ആശുപത്രിയിൽ കംപ്ലീറ്റ് സഹായവും ചെയ്തു കൊടുത്ത ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഇരിക്കുന്ന വിഷ്ണു. വേണ്ട, എനിക്കറിയാം. വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നത് വിഷ്ണുവിന് ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരന്. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിയുടെ ജോലിക്കാരും ഈസി ആയിട്ട് നടക്കും. ഈ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും. അതിനുള്ള ബാധ്യത വിഷ്ണുവിനുണ്ടല്ലോ. ബാധ്യതയോ? സാധ്യത. വിഷ്ണു എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അത് പിന്നെ ഞാൻ ശ്രമിക്കാം. അമ്മേ, അന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ശ്രീദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു കൊന്നത് ഒരു കോൺഗ്രസ്സുകാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ കാറ് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാ SI അബ്ദുൾ ജബ്ബാർ. ആ കാറ് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് മറ്റു ചില പേപ്പേഴ്സ് തയ്യാറാക്കി അയക്കാൻ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഏറിയാൽ 3-4 ദിവസം. അല്ല വക്കീലേ. താങ്ക് യു. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാ. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഞങ്ങള് നേരത്തെ പരിചയക്കാരാ. വിഷ്ണു മരണം അന്വേഷിച്ച് വന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ ഇത്തരം സെന്റിമെന്റ്സിൽ വിശ്വാസം ഉണ്ടോ? എല്ലാം വെറും ഒരു ഷോ അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണാം. കാണണം.